ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഞാൻ പലപ്പോഴായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇടതുപക്ഷത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ ചേക്കേറുന്നതെന്ന്. ശബരിമല യുവതി പ്രവേശനത്തോടനുബന്ധിച്ച് ഇടതുപക്ഷത്തിനെ അല്ലെങ്കിൽ ഇടത് പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ട് വന്ന വ്യക്തിത്വങ്ങളെ മാത്രം എടുത്തു നോക്കിയാൽ മതി ആ പാർട്ടിയിലേക്ക് ചേക്കേറുന്ന ആളുകൾ ഏത് രീതിയിലുള്ള ആൾക്കാരാണെന്ന്. കുറച്ച് നാളുകൾക്ക് മുമ്പേ അങ്ങ് രാജസ്ഥാനിൽ നിന്ന് വരെ ട്രെയിനിൽ കയറി വന്നിട്ടാണ് ഇടതുപക്ഷത്തിന് 8ന്റെ പണി കൊടുത്തത്. നമുക്കെല്ലാവർക്കും അറിയാം ആ കാര്യം എന്താണെന്ന്. അതേപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ മറ്റൊരു കുരിശാണ് വേടൻ എന്ന് വിളിപ്പേരുള്ള ഹിരൺദാസ് മുരളി. അന്ന് ഈ നാഷണൽ വേസ്റ്റിനെ ശ്രീ മഹാത്മാ അയ്യങ്കാളിയോടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും പ്രബുദ്ധരും ആക്ടിവിസ്റ്റുകളും ഒക്കെ താരതമ്യം ചെയ്തിട്ടുള്ളത്. മറ്റു ചിലർ പറഞ്ഞത് ഈ ഹിരൺദാസ് മുരളി എന്ന വേടൻ കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നാണ്. സത്യത്തിൽ ഈ വേടനെ അല്ലെങ്കിൽ ഹിരൺദാസ് മുരളിയെ മഹാത്മാ അയ്യങ്കാളിയോട് ഉപമിക്കാൻ മാത്രം അല്ലെങ്കിൽ അംബേദ്കറിനോട് ഉപമിക്കാൻ മാത്രം എന്ത് അർഹതയാണുള്ളത്, എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങളിൽ എത്ര പേർ ഈ ഹിരൺദാസ് മുരളി എന്ന വേടനെ ഇതിനു മുമ്പേ അല്ലെങ്കിൽ ഈ ഉന്നത ജാതിക്കാരെ തെറി വിളിക്കുന്നതിന് മുന്നേ എത്ര പേർക്കറിയാം? സത്യത്തിൽ ഈ ഹിരൺദാസ് മുരളി ഞാൻ അറിയുന്നത് നിങ്ങൾ തമ്പുരാനല്ല, ഞാൻ താഴ്ന്ന ജാതിക്കാരനല്ല എന്നൊക്കെ പറഞ്ഞ് തെറി വിളിക്കുന്ന ഒരു പാട്ട് കേട്ടുകൊണ്ടാണ്. ബ്രാഹ്മണിക്കൽ ഹെജ്മണിക്ക് കാത്തു നിൽക്കുന്ന ഒരു പറ്റം ചെന്നായ്ക്കൾക്ക് ഈ പാട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കണ്ടവനെ തെറി വിളിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മളെ മലയാളികൾ പൊതുവേ കളയാറില്ല. കിട്ടുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കും, അവർ നന്നായിട്ട് തെറി വിളിക്കും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഹിരൺദാസ് മുരളി ഒരു പാട്ടിലൂടെ ഉയർന്ന ജാതിക്കാരെ തെറി വിളിക്കുമ്പോൾ അത് ഏറ്റുപാടുന്നു എന്ന വ്യാജേന നമ്മുടെ പ്രബുദ്ധ മലയാളികൾ മുഴുക്കെ തെറി വിളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇടതുപക്ഷം തലയിൽ കൊണ്ട് നടന്നിരുന്ന വേടന് ഇപ്പോൾ ഒരു മുട്ട പണി വന്നിരിക്കുകയാണ്. ഈ വാർത്ത ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിൽ എത്ര പേർക്കറിയാം? കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വേടനും വേടന്റെ കൂട്ടുകാരും കൂടി ചേർന്ന് വേടന്റെ ഫ്ലാറ്റിൽ ഒരു കഞ്ചാവ് വിരുന്ന് ഒരുക്കുകയും അവിടെ കൂട്ടുകാരും അതുപോലെ തന്നെ വേടനും കൂടി ഹിരൺദാസ് മുരളിയും കൂടി കഞ്ചാവ് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ഒരു ഇൻഫോർമേഷൻ നമ്മുടെ കേരള പോലീസിന് നൽകുകയും ഈ ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് വേടന്റെ ഫ്ലാറ്റിലേക്ക് വരികയും വേടനിൽ നിന്ന് കയ്യോടെ കഞ്ചാവ് പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കറിയാം അല്ലെ? കൂട്ടത്തിൽ വേടന്റെ കഴുത്തിലുള്ള പുലിപ്പല്ലും പോലീസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് വനംവകുപ്പിന് കൈമാറി. സത്യത്തിൽ അന്ന് കേരള പോലീസ് വേടനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ജാതിക്കാർ ഇറങ്ങിയിരുന്നു. ഹിരൺദാസ് മുരളി എന്ന വേടൻ ജാതിയിൽ താഴ്ന്നവനാണ്, അതുപോലെ തന്നെ അവൻ്റെ തൊലി മഹാകറുപ്പാണ്, ഈ കറുപ്പ് നമ്മുടെ കേരള പൊതുസമൂഹത്തിന് പൊതുവെ വെറുപ്പാണ്, അതുകൊണ്ടാണ് വേടനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വേടൻ്റെ തൊലി കറുത്തത് കൊണ്ടാണോ പോലീസ് അറസ്റ്റ് ചെയ്തത്? അല്ലെങ്കിൽ വേടൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്? അതാണോ FIR? വേടൻ മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്ന ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുകയും കയ്യിൽ നിന്ന് കയ്യോടെ കഞ്ചാവ് പിടികൂടുകയും ചെയ്തുകൊണ്ടല്ലേ അറസ്റ്റ് ചെയ്തത്. അതിന് ഈ രീതിയിൽ വെളുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നാളെ ഈ വേടനെ പോലത്തെ ആൾക്കാരെ വീണ്ടും പൊതുസമൂഹത്തിൽ ഉയർന്നു വരികയും അത് നമ്മുടെ ഭാവി തലമുറയെ ബാധിക്കുകയും ചെയ്യില്ലേ? നിങ്ങൾ എന്താണ് അങ്ങനെ ചിന്തിക്കാത്തത്? അന്ന് കേരള പോലീസ് ഈ പുലിപ്പല്ല് പിടിച്ചെടുക്കുമ്പോൾ കേരളത്തിൽ ഉയർന്നു വന്നൊരു ചോദ്യമാണ്, അപ്പോൾ സുരേഷ് ഗോപിന്റെ കഴുത്തിൽ പുലിപ്പല്ലുണ്ടല്ലോ, അതുപോലെ തന്നെ മോഹൻലാലിനെ ആനക്കൊമ്പ് കയ്യിൽ വെച്ചിട്ട് പിടികൂടിയിരുന്നില്ല, എന്നിട്ട് അറസ്റ്റ് ചെയ്തില്ലല്ലോ, എന്തുകൊണ്ടാണ് അതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ആനയെ വളർത്താൻ ലൈസൻസ് ഉണ്ട്, പക്ഷെ പുലിയെ വളർത്താൻ ലൈസൻസ് ഒന്നുമില്ല. ചിലപ്പോൾ ആനക്കൊമ്പ് മോഹൻലാലിന് കിട്ടിയത് ഏതെങ്കിലും വ്യക്തികൾ കൊടുത്തതായിരിക്കും, പക്ഷെ പുലിപ്പല്ല് അങ്ങനെ ആവില്ലല്ലോ, വന്യമൃഗമല്ലേ, അതിന് വേട്ടയാടുകയോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് സമ്പാദിക്കുകയോ ചെയ്തതായിരിക്കില്ലേ ഈ പുലിപ്പല്ല്. എന്തായാലും ഈ പുലിപ്പല്ല് പിടിച്ചപ്പോൾ ഹിരൺദാസ് മുരളി പറഞ്ഞത് അത് ചെന്നൈയിലത്തെ ഒരു സുഹൃത്ത് കൊടുത്തു എന്നാണ്. ആ സുഹൃത്തിന്റെ പേര് രഞ്ജിത്ത് കുമ്പിടി എന്നങ്ങാണ്ടാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഈ പുലിപ്പല്ല് തായ്ലാൻഡിൽ നിന്ന് ആരോ കൊടുത്തു എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാൻ കേരള പോലീസോ അതുപോലെ തന്നെ വനംവകുപ്പോ തയ്യാറായില്ല. അവർ നേരെ ഈ പുലിപ്പല്ല് കൽക്കട്ടയിൽ സുവോളജി ലാബിലേക്ക് അയക്കുകയും ഇപ്പോൾ ആ പുലിപ്പല്ല് ഒറിജിനൽ പുലിയുടെ പല്ല് തന്നെയാണ് എന്ന റിസൾട്ടും വന്നിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഹിരൺദാസ് മുരളി യഥാർത്ഥ പുലിപ്പല്ല് സൂക്ഷിച്ചു വെച്ചു എന്ന രീതിയിലാണ് കേസ് വന്നിരിക്കുന്നത്.
എന്താണല്ലേ, ഇതേ വേടനെ കുറിച്ച് തന്നെയല്ലേ നമ്മുടെ കേരള സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വേടൻ നല്ലവനാണ്, അവനെ ഓരോ വിദ്യാർത്ഥികളും ഓരോ കുട്ടികളും പാഠമായി ഉൾക്കൊണ്ട് പഠിക്കേണ്ടവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഈ വേടന്റെ പദ്യം, വേടന്റെ ഈ പാട്ട്, ചൊറിപ്പാട്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ പൊതുപരിപാടിയിൽ വിശിഷ്ട അതിഥിയായിട്ട് ഉൾപ്പെടുത്തി. കേരളത്തിലെ ഫിലിം അവാർഡിൽ മികച്ച ഗാനരചയിതാവും പാട്ടുപാടുന്നവനൊക്കെ ആയിട്ടാണ് ആദരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഈ ഹിരൺദാസ് മുരളി എന്ന വേടന് വേറൊരു കേസും കൂടി ഉണ്ട്, ലൈംഗിക കേസ്. ഒന്നല്ല 3 പെൺകുട്ടികളെങ്ങാണ്ടാണ് ഈ വേടനെതിരെ, ലൈംഗിക അതിക്രമത്തിനെതിരെ കേസ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മുടെ കുട്ടികൾ പഠിക്കണമെന്ന് പറഞ്ഞത്, അവന്റെ പാട്ടുകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലൈംഗിക ആരോപണത്തിൽ പ്രതിയായ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്ത വേടനെതിരെ ആദ്യം അതിജീവിതമാർ മുന്നോട്ട് പോയെങ്കിലും പക്ഷെ ഇടത് സർക്കാരിന്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ഫോഴ്സോടും കൂടി ഈ ലൈംഗിക അതിക്രമത്തിന് ഇരയായ അതിജീവിതകളോട് വേടൻ മാപ്പ് പറഞ്ഞപ്പോൾ കേസ് തേഞ്ഞു മാഞ്ഞുപോയി. പക്ഷേ പുലിപ്പല്ലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അത് വനം വകുപ്പ് കുറ്റപത്രം സമർപ്പിക്കും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രബുദ്ധ മലയാളികൾ തലയിൽ എടുത്തുകൊണ്ട് നടന്ന, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടന്ന എല്ലാ വിശിഷ്ട വ്യക്തികളുടെയും ഗതി അധോഗതി തന്നെയാണ്. ഇത് ഇന്ന് മാത്രമല്ല, എന്നും അങ്ങനെ തന്നെയായിരുന്നു, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ജയ് ഹിന്ദ്.